നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി അത് നേടാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തും. വിശ്വസാഹിത്യകാരനായ പൗലോ കോയിലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ വാക്കുകൾ ഇതൊക്കെ. അതെ, തീർച്ചയായിട്ടും തീവ്രമായ ആഗ്രഹം, അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം, ശക്തമായ വിശ്വാസം, നിനക്ക് നിന്നിലും നിന്റെ സൃഷ്ടാവിലുള്ള ശക്തമായ വിശ്വാസം, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എന്താണോ ഈ വേൾഡിലുള്ളത്, വാട്ട് എവർ ആൻഡ് വേർ എവർ ഫ്രം ദിസ് വേൾഡ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. ദ ആൽക്കമിസ്റ്റിൽ തന്നെ യാത്ര പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സാന്റിയാഗോ എന്ന് പറയുന്ന യുവാവിനോട് ഗുരു പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിധി തേടിയിട്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വേണ്ടി നിൽക്കുന്ന ആ യുവാവിനോട് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് ചില കാര്യങ്ങൾ. പോകുന്ന യാത്രയിൽ നീ പലതരത്തിലുള്ള മനുഷ്യന്മാരെ പരിചയപ്പെട്ടേക്കാം, അവരെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുപോലെ നിന്റെ സമ്പത്തൊക്കെ അപഹരിക്കപ്പെട്ടേക്കാം, നഷ്ടപ്പെട്ടേക്കാം, നീ വഞ്ചിക്കപ്പെട്ടേക്കാം, നീ തളർന്നു പോയേക്കാം, പല സിറ്റുവേഷൻസിലും നീ തളർന്നു പോയേക്കാം. പക്ഷേ എത്രയൊക്കെ നീ തളർന്നു വീണാലും നിന്റെ ഉള്ളിൽ ഇത്തിരി ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ, അവിടെ ആ ശ്വാസത്തിൽ നിനക്ക് നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ബാക്കിയുണ്ടെങ്കിൽ, നിന്റെ ആത്മവിശ്വാസം അങ്ങേയറ്റം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എന്താണോ നീ നേടാൻ ആഗ്രഹിച്ചത് അതിൻ്റെ 10 മടങ്ങ് നിനക്ക് നേടാൻ കഴിയും. ഇതാണ് ഗുരുവിൻ്റെ വാക്കുകൾ. ഇതുപോലെ തന്നെയാണ് ഖുർആനിലും പറയുന്നത്. പടച്ചോൻ എന്താ പറയുന്നത്? അതായത് നീ തളർന്നു വീഴുകയാണെങ്കിൽ നീ എഴുന്നേറ്റ് നിന്നാലും ഞാൻ നിനക്ക് ധൈര്യം തരും. നീ തളർന്നു വീഴുമ്പം നീ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ധൈര്യം തരും. അല്ലാതെ ഞാൻ ധൈര്യം തരുമ്പോൾ നീ എഴുന്നേറ്റ് നിൽക്കണം എന്നല്ല പടച്ചോൻ പറയുന്നത്. സോ യു ഷുഡ് ബിലീവ് യുവർ സെൽഫ് ആൻഡ് യു ഷുഡ് ബിലീവ് യുവർ ഓൾമൈറ്റി ഗോഡ്, അല്ലാഹ് സുബ്ഹാനഹു വ തആല. താങ്ക് യു.